നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ഓടന്തോട് ഗ്രാമത്തിന്റെ നിറകയിൽ ഐശ്വര്യപൂർണമായി പ്രഭ ചൊരിയുന്ന കുരിശ്. ഗ്രാമാന്തരീക്ഷത്തിന്റെ ഹരിതഭംഗിയിൽ പുളകിതമാകുന്ന ഐശ്വര്യസമൃദ്ധിയുടെ ഈ നിർഗളിപ്പ് കരുണ ചൊരിയുന്ന ദൈവത്തിന്റെ വരദാനമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. കാട് കയറി കാട്ടരുവി താണ്ടി ഇവർ ഉയർത്തിയ ജീവിത വിജയം ഇന്ന് ഇവരുടെ പെരുമയായി. ഈ ദേവാലയത്തിന്റെ തിരുമുറ്റത്തു നിന്നും ഇവർ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നു. പൂർവികർ കഠിന പരിശ്രമത്തിലൂടെ നേടിയ വിജയ വഴികളിൽ തങ്ങൾ പരിപാലിച്ചു പോന്ന ജീവിതചര്യ തങ്ങളുടെ അഭിമാനത്തിന്റെ നിറവാണെന്നും ഇത് തങ്ങളുടെ ആത്മീയതയുടെ പറുദീസയാണെന്നും പറയുന്നു. സത്യം നമ്മെ സ്വതന്ത്രരാക്കും. മാലോകരുടെ മാലകറ്റുവാൻ, നോവകറ്റുവാൻ കാരുണ്യത്തിന്റെ വറ്റാത്ത ഉറവിയുമായി കടന്നു വരണമേ സത്യ സർവീസര എന്ന അർത്ഥനയോടെ കൊച്ചു നർത്തകിമാർ. പ്രപഞ്ചാത്മാവേ ഉണരൂ ഉണരൂ, വരദായക കൃപാവരം ചൊരിയൂ ചൊരിയൂ, താവക പാദതാരിണ കൂപ്പിടും തവദാസർത്തൻ മാലകറ്റണേ നോവകറ്റണേ, സത്യമേവ സർവേശ്വര. സ സനി സരി മരി മ പനി സ സനി സരി മരി സ മരി സനി പ മ പനി സ രി സനി പ മരി മ പനി സനി പ മരി സനി രി സ. അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. എരിയും തിരികളായി അഗ്നിനാളങ്ങളായി പടരൂ ചൊരിയൂ തമസകറ്റൂ. എരിയും തിരികളായി അഗ്നിനാളങ്ങളായി പടരൂ ചൊരിയൂ തമസകറ്റൂ. അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. വെൺതിങ്കൾ കല പോലെ പ്രഭവിതറി ഒളിച്ചിതറി മനസ്സും ഹൃദയവും ജ്വലിച്ചിടട്ടെ. വെൺതിങ്കൾ കല പോലെ പ്രഭവിതറി ഒളിച്ചിതറി മനസ്സും ഹൃദയവും ജ്വലിച്ചിടട്ടെ.
കർമ്മധർമ്മങ്ങൾ ചിന്തകളൊക്കെയും നിന്നിലർപ്പിച്ചെന്നും നീങ്ങിടട്ടെ. കർമ്മധർമ്മങ്ങൾ ചിന്തകളൊക്കെയും നിന്നിലർപ്പിച്ചെന്നും നീങ്ങിടട്ടെ. നടനമായി ചടുലതാളമായി നടനമായി ചടുലതാളമായി അരങ്ങുണരുമീ വേളയിൽ രാഗവീചികൾ മേളങ്ങൾ നൃത്തവും നാട്യവും സർവം ശുഭമായിടാൻ സ്വർഗനാഥ തുണയ്ക്കണേ. ഓം സർവേശസൂനോ നമഃ. ഓം കാരുണ്യമൂർത്തേ നമഃ. ഓം സച്ചിദാനന്ദരൂപ നമഃ. ഓം ശ്രീയേശുനാഥ നമോ നമഃ. ഓണന്തോട് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ 2014-2017 വർഷത്തെ കൈക്കാരന്മാരായിട്ട് ഞങ്ങൾ 4 പേരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ ടോമി പാലിയത്തിൽ, വിൽസൺ അറക്കൽ, ടോമി അടിച്ചിലാമാക്കൽ, റോയി കൈതക്കൽ എന്നിവരാണ് ഈ പള്ളിയുടെ കാര്യങ്ങൾ നടത്തുന്നത്. അച്ഛനോട് ചേർന്നാണ് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തുന്നത്. പള്ളിയുടെ കണക്കും കാര്യങ്ങളും നോക്കുന്നതിനായിട്ട് വിൽസൺ വട്ടോടിയിൽ, പള്ളിയുടെ എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നതിന് വേണ്ടി കപ്പ്യാരായിട്ട് ജോണിച്ചേട്ടൻ, ബാക്കി എല്ലാ കമ്മിറ്റിക്കാരും ബാക്കി എല്ലാ ഇടവക അംഗങ്ങളും നന്നായി ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. ക്രിസ്തു ചരിത്രത്തിന്റെ ഈടുറ്റ ഭാഗങ്ങളെ സ്മരിച്ച് ത്രിത്വൈക ദൈവത്തെ നമിച്ച് വേദിയിൽ ഈ സുന്ദരിമാർ.
തത്സമയത്തെത്തി നല്ല സമരായൻ. കനിവിന്റെ കേദാരം അലിവിന്റെ കൂടാരം തത്സമയത്തെത്തി നല്ല സമരായൻ. രക്തമൂറും മുറിവിൽ വീഞ്ഞും തൈലവും പകർന്നു സത്രമൊന്നിലെത്തിച്ചവൻ ഇടപണം നൽകി. വീണ്ടും വരാമെന്നു ചൊല്ലി യാത്രയായി സമരായൻ നല്ല സമരായൻ. സമരായൻ നല്ല സമരായൻ. ആരാണയൽക്കാരൻ കേട്ടുകൊള്ളിൻ, ആരാണയൽക്കാരൻ കേട്ടുകൊള്ളിൻ. ആരെന്നു നോക്കാതെ നന്മ ചെയ്യും അവനാണയൽക്കാരൻ അറിഞ്ഞുകൊള്ളിൻ. മംഗളം സ്വർഗദാത മംഗളം വിശ്വനാഥ മംഗളം ദീനബന്ധോ മംഗളം യേശുനാഥ. മംഗളം സ്വർഗദാത മംഗളം വിശ്വനാഥ മംഗളം ദീനബന്ധോ മംഗളം യേശുനാഥ. 1968 ഫാദർ ജെയിംസ് കുളത്തനാൽ ഓടന്തോട് പള്ളിയുടെ വികാരിയായിട്ട് ആദ്യത്തെ വികാരിയായിട്ട് ഇവിടെ പള്ളിയുടെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ വന്നു. അച്ഛൻ വന്നിട്ട് യുവാവായിരുന്നു അച്ഛൻ ഊർജ്ജസ്വലതയോടുകൂടി തന്നെ ഓടി നടന്ന് പിരിവുകളെല്ലാം എടുത്ത് ഭാവിയിൽ അച്ഛന്മാർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മുറി ഉണ്ടാക്കുകയും കുറച്ചു കാലം കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം അധികം താമസിക്കാതെ അദ്ദേഹം ഇവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്തു. ജോസഫ് കോട്ടയപ്പുറമിലാണ് അടുത്ത വികാരിയായിട്ട് വരുന്നത്. അദ്ദേഹം ഇവിടെ ബാക്കി കാര്യങ്ങൾ നോക്കി ചെയ്തു. പിന്നെ അത്യാവശ്യം ഒരു അൾത്താര ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ശ്രമത്തിലാണ് അന്ന് അൾത്താര ഉണ്ടാക്കിയത്. 1969-73 വരെ 73 വരെ അച്ഛൻ ഉണ്ടായിരുന്ന അച്ഛൻ ഇവിടെ അന്നത്തെ മാസപ്പിരിവാണെന്ന് ആദായമായിട്ട് കാര്യമായിട്ടുണ്ടായിരുന്നു. മാസം ഓരോ കുടുംബത്തിനും 50 പൈസയല്ലേ 50 പൈസ തോതിൽ ഓരോ കുടുംബത്തിനും മാസം തോറും കൊടുക്കണം പള്ളിയിലേക്ക്. അങ്ങനെ ആ പിരിവ് കൊണ്ടാണ് പള്ളിക്കാര്യങ്ങൾ അത്യാവശ്യം നടന്നുകൊണ്ടിരുന്നത്. 73-75 കാലഘട്ടത്തിലാണ് അടുത്ത വികാരിയായിട്ട് വരുന്ന ജോർജ് പാറക്കൽ. അദ്ദേഹത്തിന്റെ കാലത്താണ് ഇവിടെ പാലത്തിന്റെ പരിപാടികൾ നോക്കിയത്. റോഡിന്റെ പണിയാൻ അദ്ദേഹത്തിന്റെ കാലത്താണ് നടന്നത്. മാസനയ്ക്കുള്ള റോഡ് കണ്ടത്തിക്കൂടെയുള്ള ആ വഴിയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വേറെ വഴി വെട്ടി ഇപ്പൊ കാണുന്ന റോഡ് വെട്ടി രൂപം കൊടുത്ത അദ്ദേഹമാണ്. ശ്രമകരമായ പരിപാടിയാണ്. അച്ഛനും അതിനകത്ത് സജീവമായി ഞങ്ങളുടെ കൂടെ ഇറങ്ങി തൂമ്പായ എടുത്ത് പണിയാനും മരത്തിന്റെ മണ്ടയിൽ കയറി മരം കൊമ്പുകൾ മുറിക്കാനും എല്ലാം അന്നത്തെ പരിപാടികളൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ തന്നെ അതിനെ ഓർക്കുമ്പോൾ കോരിത്തിരിച്ചു പോവുകയാണ്. കച്ചറമറ്റത്തിൽ ജോൺ എന്ന് പറയുന്ന അച്ഛനായിരുന്നു ഇവിടെ മൂന്നാമതായിട്ട് വന്ന് വികാരിയായിട്ട് വന്നത്. അദ്ദേഹം അധികകാലം നിന്നില്ല, 2-3 മാസം നിന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ആ 3 മാസക്കാലം അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന വിധത്തിലെല്ലാം ശുശ്രൂഷ ചെയ്തതിന് ശേഷം അദ്ദേഹം പിരിഞ്ഞു പോവുകയും. കച്ചറമറ്റത്തിലേതിന് ശേഷം കൊട്ടുകാപ്പള്ളി അച്ഛനാണ് ഇവിടെ വന്ന്, ജോസഫ് കൊട്ടുകാപ്പള്ളി. അദ്ദേഹം വന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ പള്ളിക്ക് സ്ഥലത്തിൻ്റെ ലേശം കുറവുണ്ടായിരുന്ന കാരണം 2 ഏക്കർ അടുത്ത ജോസഫ് എന്ന് പറഞ്ഞ ആളോട് വില കൊടുത്ത് 2 ഏക്കർ സ്ഥലം വാങ്ങിക്കുകയും പള്ളിക്ക് അത്രയും കൂടെ മുതൽ കൂട്ടുകയും ചെയ്തു. പിന്നീട് വികാരിയായിട്ട് വരുന്ന തുരുത്തിപ്പാറ അച്ഛനാണ്. അദ്ദേഹം കുറച്ച് കാലം ഇവിടെ നിന്നുള്ള അവർ പാലത്തിന് വേണ്ടിയുള്ളൊരു പണിക്ക് വേണ്ടി ഒരു നാടകമൊക്കെ നടത്തി കൊണ്ടുപോയി നടത്തി കുറേ പൈസയൊക്കെ സംഭരിച്ച് അത് പിന്നെ ഉടനെ ഇവിടുന്ന് സ്ഥലം മാറി പോവുകയായിരുന്നു. നമുക്കൊരു പാട്ട് പഠിക്കാം. സുന്ദരനാ കോമളനാ ദാവീദ് രാജാവ്, സുന്ദരനാ കോമളനാ ദാവീദ് രാജാവ്, ജസദനോ മനപുത്രനാം ദാവീദ്, ജസദനോ മനപുത്രനാം ദാവീദ്, കിന്നരം മീട്ടും ദാവീദ് രാജാവ്, കിന്നരം മീട്ടും ദാവീദ് രാജാവ്, സുന്ദരനാ കോമളനാ ദാവീദ് രാജാവ്. ഇനി സിസ്റ്റർ പാടിത്തരാം, നിങ്ങൾ ഉറക്കെ പാടണം കേട്ടോ. സുന്ദരനാ കോമളനാ ദാവീദ് രാജാവ് എന്നുറക്കെ പാടിക്കേ. ദാവീദ് രാജാവ്, ജസദനോ മനപുത്രനാം ദാവീദ്, ജസദനോ മനപുത്രനാം ദാവീദ്, കിന്നരം മീട്ടും ദാവീദ് രാജാവ്, കിന്നരം മീട്ടും ദാവീദ് രാജാവ്.
പറക്കെ ജസദനോമനപുത്രനാം ദാവീദ് ജസദനോമനപുത്രനാം ദാവീദ് കിന്നരം മീട്ടും ദാവീദ് രാജാവ് കിന്നരം മീട്ടും ദാവീദ് രാജാവ്. ഇനിയേ മല പോലെ നിൽക്കും ഗോലിയാത്തിൻ മുൻപിൽ കവിണയക്കല്ലുമായി ഇടയച്ചെറുക്കൻ. മല പോലെ നിൽക്കും ഗോലിയാത്തിൻ മുൻപിൽ കവിണയക്കല്ലുമായി ഇടയച്ചെറുക്കൻ. എന്നോട് പാടാം. മല പോലെ നിൽക്കും ഗോലിയാത്തിൻ മുൻപിൽ കവിണയക്കല്ലുമായി ഇടയച്ചെറുക്കൻ. ആഞ്ഞു പതിച്ചു കല്ല് നെറ്റിയിൽ പതിച്ചു മല്ലൻ ഗോലിയാത്ത് നിലം പതിച്ചു. ആഞ്ഞു പതിച്ചു കല്ല് നെറ്റിയിൽ പതിച്ചു മല്ലൻ ഗോലിയാത്ത് നിലം പതിച്ചു. സുന്ദരനാ കോമളനാ ദാവീദ് രാജാവ് സുന്ദരനാ കോമളനാ ദാവീദ് രാജാവ്. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത്, എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് എന്നരുൾ ചെയ്തുകൊണ്ട് നിഷ്കളങ്കമായ ജീവിത വിശുദ്ധിയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമെന്ന് ഈശോ വ്യക്തമാക്കി. ഈശോയുടെ ആ വചനത്തിൽ അധിഷ്ഠിതമായ കൊച്ചുണ്ണീശോയുടെ കൊടിക്കീഴിൽ വീഴുന്ന കുട്ടികളുടെ കൂട്ടായ്മയാണ് തിരുബാൽ സഖ്യം. ഓടന്തോട് ഇടവകയിൽ 70ഓളം കുട്ടികൾ ഈ സംഘടനയിലുണ്ട്. ലിസീവിലെ കൊച്ചുറാണി, മിഷണറിമാരുടെ മധ്യസ്ഥ, ഈ വിശുദ്ധ ജീവിതത്തിന്റെ പടവുകളിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കളിപ്പന്ത്. 1873 ജനുവരി 2 വളരെ മനോഹരമായ സുപ്രഭാതം. കൊച്ചുകിളിയുടെ പാട്ടുകളും പുഴയുടെ കളകളനാദവും സൂര്യകിരണങ്ങളുടെ പൊൻശോഭയും ഫ്രാൻസിലെ അലൻസോ എന്ന കൊച്ചു ഗ്രാമത്തിലെ മാറ്റിക്കൂട്ടി. ആ ദിവസത്തിന് എന്തോ വലിയ പ്രത്യേകത ഉള്ളതുപോലെ. കൂട്ടുകാരെ, അന്നാണ് കൊച്ചു റോസാപ്പൂവിനേക്കാൾ ഭംഗിയുള്ള കൊച്ചുറാണിയുടെ ജനനം. പിതാവ് ലൂയി മാർട്ടിനും അമ്മ സെലീഗൂരിനും സന്തോഷിച്ചിട്ട് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. പരിസ്ഥിതിയമ്മയോട് ഭക്തി ഉണ്ടായിരുന്ന ആ മാതാപിതാക്കൾ തങ്ങളുടെ പൊന്നോമനിക്ക് മരിയ തെരേസ എന്ന് പേരിട്ടു. അപ്പച്ചൻ തന്റെ സ്നേഹഭാജനമായ കൊച്ചു തെരേസയെ കൊച്ചുറാണി എന്ന് വിളിച്ചു. നാളുകൾ കഴിഞ്ഞപ്പോൾ കൊച്ചുറാണിയുടെ ഭവനം ലിസിയോ എന്ന സ്ഥലത്തേക്ക് താമസം മാറി. വിശാലമായ പൂന്തോട്ടവും മനോഹരമായ വീടും. തെരേസ ഭവനത്തിലും പൂന്തോട്ടത്തിലും ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടന്നു. എല്ലാവർക്കും അവൾ പൊന്നോമനിയായിരുന്നു. അപ്പച്ചന്റെ മടിയിരുന്ന് പ്രാർത്ഥിക്കാൻ പാട്ട് പാടുന്ന കൊച്ചു തെരേസ ഉറക്കത്തിൽ മാലാഖമാർ ചുറ്റും പറന്നു നടക്കുന്ന പോലെ സ്വപ്നം കാണും. വളരെ ചെറുപ്പത്തിൽ തന്നെ മഠത്തിൽ ചേർന്ന് ഒരു സന്യാസിനിയായി ജീവിച്ച് ഈശോയുടെ ഹൃദയത്തിൽ ജീവിക്കണമെന്ന് കൊച്ചു തെരേസ ആഗ്രഹിച്ചു. ഈശോയുടെ കൈകളിലെ കളിപ്പന്താണ് ഞാൻ. അതിനാൽ ഈശോയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ആ പന്തിനെ എറിയുകയോ കല്ലേറ്റി ലാലിക്കുകയോ ചെയ്യാമല്ലോ. അതിനാൽ കൊച്ചു തെരേസ പ്രാർത്ഥിച്ചു. അങ്ങനെ കൊച്ചു തെരേസയുടെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വർഗീയ രാജാവിൻ്റെ പ്രിയ മണവാട്ടിയാവുക എന്നാഗ്രഹം സാധിച്ചു. വിദൂരങ്ങളിൽ ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് സ്നേഹനിധിയായ ഈശോയെ കുറിച്ച് പറയണം. എന്നാൽ രോഗമിട്ടുമാറാത്തവൾക്ക് മഠത്തിനുള്ളിൽ നിന്ന് പുറത്തു പോകാൻ സാധിച്ചില്ല. ആത്മാരക്ഷയ്ക്കായി കൊച്ചു തെരേസ ദാഹിച്ചു. എല്ലാവരെയും കളങ്കമില്ലാത്ത ഹൃദയത്തോടെ സ്നേഹിച്ചു. അങ്ങനെ 1897 സെപ്റ്റംബർ 30 ഉണ്ണീശോയുടെ കളിപ്പന്ത് സ്വർഗത്തിലോട്ട് യാത്രയായി. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ കൊച്ചു തെരേസയെ പോലെ നമ്മൾക്കും ഈശോയുടെ കളിപ്പന്തായി തീരാം, സ്വർഗം നേടാം. നന്ദി, നമസ്കാരം. കാലഘട്ടത്തിൻ്റെ ആവശ്യകതയെ മുന്നിൽ കണ്ട് തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ മെത്രാൻ ദിവംഗതനായ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിനാൽ 1975 സെപ്റ്റംബർ 15 കുന്നോത്ത് സ്ഥാപിതമായതാണ് നസ്രത്ത് സന്യാസിനി സമൂഹം. തിരുക്കുടുംബ ചൈതന്യം ഉൾക്കൊണ്ട് അജപാലന ശുശ്രൂഷ, സുവിശേഷ പ്രഘോഷണം, വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ, ബാലിക ഭവൻ, തയ്യൽ പരിശീലനം, കൗൺസിലിംഗ് തുടങ്ങിയ സാമൂഹിക സേവന രംഗത്തും പ്രകൃതി ചികിത്സ, ആയുർവേദം, ഹോമിയോ,
വിഷചികിത്സ എന്നിവയിലൂടെ രോഗിപരിപാലന രംഗത്തും നസ്രത്ത് സന്യാസിനി സമൂഹം പ്രവർത്തിച്ചു വരുന്നു. ബഹുമാനപ്പെട്ട മാത്യു മുള്ളമ്പടി അച്ഛൻ്റെ ക്ഷണം സ്വീകരിച്ച് 1987 ജൂലൈ 4 തീയതി നസ്രത്ത് സന്യാസിനി സമൂഹത്തിൻ്റെ ശാഖാഭവനം ഓടന്തോട് ഇടവകയിലെ നല്ലവരായ ദൈവജനത്തിൻ്റെ സഹായ സഹകരണത്തോടെ ഇവിടെ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട മുള്ളമ്പടി അച്ഛൻ്റെ പിതൃസഹജമായ സ്നേഹവും കരുതലും ഇന്നും ഞങ്ങൾ അനുഭവിക്കുന്നു എന്നത് നന്ദിയോടെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാരോട് ചേർന്ന് ഇടവകയിലെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ സജീവമായി പങ്കുചേരുന്നു. നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ ജീവിതശൈലി സ്വന്തമാക്കുക, പങ്കുവെക്കുക എന്നതാണ് ഞങ്ങളുടെ കാര്യസ്ഥം. കഴിഞ്ഞ 29 വർഷക്കാലം ഓടന്തോട് ഇടവകയിലെ നല്ലവരായ ദൈവജനത്തിൻ്റെ സഹായത്തോടുകൂടി ഈ ഇടവകയിൽ ഞങ്ങളുടെ സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നല്ല ദൈവം അവിടുന്ന് ഞങ്ങളെ അനുവദിച്ചു. ഈ നിമിഷം ഞങ്ങൾ നല്ലവനായ ദൈവത്തിന് നന്ദി പറയുന്നു. വചനം 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 വചനം